ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇന്ന് പറയുന്നത് ആര് കൂടെ ഇല്ലെങ്കിലും എങ്ങനെ ജയിക്കാൻ കഴിയും എന്നുള്ളതാണ്. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപ്തമാക്കേണ്ടതുമാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ പൂർണ്ണ നഗ്നനായി ഒറ്റയ്ക്ക് ജനിച്ചു വരുന്നു. അവൻ മരിക്കുമ്പോഴും അതുപോലെ അവൻ ഒറ്റയ്ക്ക് പോകുന്നു. അപ്പോൾ ഈ ജീവിതത്തിലുള്ള യാത്ര എന്ന് പറയുന്നത് എന്താണ്? അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആ ചെറിയ സമയമാണ്. ഭൂമിയുടെ പരിക്രമണത്തിലും അതോടൊപ്പം തന്നെ ഈ ലോകത്തിന്റെ പ്രവർത്തനത്തിൽ ഈ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. സംശയമില്ലല്ലോ. നമ്മൾ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ജനിച്ചു വന്നു, സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടുകാരായി, കൂട്ടുകാരായി, നാട്ടുകാരായി, രാജ്യക്കാരായി ഇങ്ങനെ വളരെ വലുതാവുന്നു. അപ്പൊ അതിൽ സക്സസ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വിജയിക്കുന്നത് നമ്മൾ ലോകം അറിയുമ്പോഴാണ് നമ്മൾ വിജയി എന്ന് അറിയപ്പെടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇൻവെൻഷനോ ഡിസ്കവറിയോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. സംശയമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഭൂമിയിൽ വന്നു, എല്ലാവരും ഒരുപോലെ തന്നെ വരുന്നു. അപ്പൊ ഇത്തരത്തിൽ പേരെടുക്കുന്നവര് എങ്ങനെയാണ് വളരുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ വിഷയത്തെ പറ്റിയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ളത് നിങ്ങൾ കൂട്ടത്തിൽ കൂടിയാലേ പറയൂ, അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്നാലേ ജയിക്കൂ എന്ന് പറയരുത്. കാരണം കൂട്ടത്തിൽ കൂടുമ്പോ എന്താ പ്രശ്നം എന്നറിയാമോ? ഈ അപ്പച്ചനായാലും ഒറ്റയ്ക്ക് ഹായ് എന്തുകൊണ്ട് കേട്ടോ, കൂട്ടത്തിൽ കൂടുമ്പോ ഇല്ലാതെ പോകും. മനസ്സിലാവുന്നോ? അപ്പൊ നിങ്ങളുടെ ശബ്ദം തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? കൂട്ടത്തിലാവരുത്. പല സമയത്തും നിങ്ങൾ ഒറ്റയ്ക്കാവണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തത ഉണ്ടാകുന്നത് ആവശ്യമാണോ? അന്നേരം നിങ്ങൾക്കൊരു അനിവാര്യതയാണത്. നിങ്ങൾ നിങ്ങളെ ഇത് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് പറയല്ല, നമുക്ക് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്ത് നമ്മളോടൊപ്പമുള്ളത് ഒരാളാണ്. ആര്? നമ്മുടെ നിഴൽ എന്ന് പറയുന്നത്. ആ നിഴല് പോലും രാത്രി സമയമാകുമ്പോൾ നമ്മളെ വിട്ടുപോകും. നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ സ്വന്തം എന്ന് പറയാൻ നമ്മളും നമ്മുടെ മനസ്സും ആത്മാവും അതുമായി പൂർത്തീകരിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മാവിനെ നേടണം, മനസ്സിനെ കൺട്രോൾ ചെയ്യണം. മനസ്സെന്ന് പറയുന്നത് എങ്ങനെയാണ്? മനസ്സെന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ മനസ്സ് കീഴ്പ്പെടുത്തുകയല്ല, നിങ്ങൾ മനസ്സിനെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആരെ? മനസ്സായിരിക്കും. നിങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. അതായത് നിങ്ങളുടെ മനസ്സ് എന്തെങ്കിലുമൊക്കെ സിഗരറ്റ് വലിക്കാൻ, വെള്ളം അടിക്കാന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിനെ പിടിച്ചു വലിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യിക്കുമ്പോഴാണ് നിങ്ങൾ ജയിക്കുന്നത്. മനസ്സിലാവുന്നോ? ആ തരത്തിൽ പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? വിജയം. അപ്പൊ കുറച്ച് പോയിന്റ്സ് കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം. അതായത് നമ്മുടെ ബന്ധങ്ങളിലെ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നാണ് നമ്മുടെ പണ്ടത്തെ ചന്ദ്രഗുപ്ത മൗര്യനാക്കിയ ഒരു മനുഷ്യനുണ്ട്. ആരാത്? ചാണക്യൻ പറഞ്ഞത്. ഈ നന്ദമഹാരാജാവ് ചാണക്യനെ അപമാനിച്ച് പറഞ്ഞു വിടുമ്പോ അയാള് തന്റെ മുടിയുടെ കെട്ടൊക്കെ അടിച്ചിട്ടിട്ട് പറഞ്ഞിടാ, നിന്നെ ഞാൻ ഇതിനകത്ത് പുറത്തിറക്കി നിന്റെ കുടുംബത്തെ ഞാൻ പാഠം പഠിപ്പിച്ചിട്ടേ പോകും. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് പിള്ളേര് കളിച്ചുകൊണ്ടിരിക്കുമ്പോ രാജാവും പ്രജകളും കളിക്കുന്ന ഒരു കുട്ടിയെ കണ്ടേ, താഴെ ജാതിയിലുള്ള. അവന്റെ ബുദ്ധി വൈഭവത്തില് ഇയാൾ ആകർഷകനായിട്ട് അയാൾ അവനെ പൊക്കിയെടുത്ത് അവനെ വളർത്തി. അവനിൽ ഇച്ഛാശക്തി ഉള്ളത് കൊണ്ടും അവൻ അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അവൻ അവിടുത്തെ ചക്രവർത്തിയാക്കി. മനസ്സിലായോ? ആളുകൾ നമ്മുടെ അടുത്ത് വരും പോകും. മനസ്സിലാവുന്നു? അത് പ്രകൃതിയുടെ നിയമമാണ്. മനസ്സിലാവുന്നു? ശരിയാണ്. പക്ഷെ നമ്മുടെ വികാരത്തിൽ നിന്ന് ഒരു നിയന്ത്രണം നമ്മൾ അവർക്ക് കൊടുക്കരുത്. എന്നാണ് ആളുകൾ വന്നോട്ട്, പക്ഷെ നമ്മുടെ നിയന്ത്രണം ആർക്ക് കൊടുക്കരുത്? അവർക്ക് കൊടുക്കാതിരുന്നാൽ മതി. നമ്മുടെ നിയന്ത്രണം ആരെടുക്കണം? നമ്മൾ തന്നെ ഏറ്റെടുത്താൽ മതി. മനസ്സിലാവുന്നു? അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? നമുക്ക് നമ്മളുടെ കൂടെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? അറിവ് ഏറ്റവും ആദ്യമാണ്. അപ്പൊ നമുക്ക് അറിവ് നമ്മുടെ ഫ്രണ്ടായി വരുന്നത് എപ്പോഴാണ്? നമ്മൾ ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് നിൽക്കുന്നു, അല്ല, നിങ്ങൾ രണ്ടുപേരും പപ്പയോടും അമ്മയോടും കൂടെ നിൽക്കുന്നു. നിങ്ങൾക്ക് എന്തോ സംഭവിക്കുന്നില്ല? അറിവില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാലും ജീവിച്ചു പോകാൻ പറ്റും. പപ്പ, നിങ്ങൾ ഇവിടെ ഞങ്ങളെ വിട്ടുപോകുമ്പോഴോ ഒരു വിദേശത്തേക്ക് പോയി, നിങ്ങൾക്ക് അറിവില്ലേ? ജീവിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നു? അതുപോലെ ഒരു രോഗിക്ക് എന്തോ ആവശ്യമുണ്ട്? മരുന്ന് ആവശ്യമുണ്ട്. സുഹൃത്ത് പോലെ അവന്റെ ഒരു സുഹൃത്താണെന്ന് പറയുന്നത്. മനസ്സിലായോ? ഭവനത്തിൽ ആരായിരിക്കും നല്ലൊരു പങ്കാളി? നല്ലൊരു ആരായിരിക്കും? നമ്മുടെ സുഹൃത്തായിരിക്കും. മനസ്സിലല്ലേ? അപ്പൊ നമുക്ക് നമ്മളെ രോഗിക്ക് മരുന്നൊരു സുഹൃത്താവുന്ന പോലെ നമുക്ക് നമ്മളെ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ സുഹൃത്ത് നമ്മുടെ മൈൻഡ്, നമ്മുടെ ആത്മാവും ഒക്കെ ആയിരിക്കണം. മനസ്സിലാവുന്നു? നമ്മുടെ സമയത്തെ നമ്മൾ തന്നെ ഉപയോഗിക്കണം. മനസ്സിലായോ?
നമുക്ക് അതിനെന്തോ വേണം? അറിവും വേണം, പണവും വേണം. കുഞ്ഞെന്തോരുന്നു ഇപ്പൊ പറഞ്ഞേ? നമ്മുടെ മനസ്സിനെയും കൂടെ നമ്മുടെ സുഹൃത്തായിരിക്കണം. മനസ്സിലായോ? കുഞ്ഞു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റാ. അപ്പം ഇനിയെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കുറെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? കുറെ കുറവുകളൊക്കെ ഉണ്ട്. ഇത് ആരോടും പറഞ്ഞു നടക്കണ്ട. മനസ്സിലാവുന്നു? ഇത് എന്തെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുമ്പോഴും അവന്മാർ ഇതെല്ലാം നമ്മുടെ ലക്ഷ്യത്തെ ബാധിക്കുന്ന ഒരു സാധനമാണ്. അവരിതെല്ലാം കണ്ടും കേട്ടും വെച്ചേക്കും. എവിടെങ്കിലും വെച്ച് അവർ ഉപയോഗിക്കും. മനസ്സിലാവുന്നു? അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഇരിക്കണം. നമ്മൾ പറയേണ്ടതേ പുറത്തു വിടാവും. എല്ലാ കാര്യവും എന്ത് ചെയ്യണ്ട? നമ്മൾ പറയേണ്ട കാരണം ഇല്ല. നമ്മുടെ ലക്ഷ്യം വലുതായിരിക്കണം. നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം. മനസ്സിലാവുന്നു? എപ്പോഴും നമ്മൾ ഒരു കൂട്ടുകാരുടെ കൂടെ നടക്കൂ, കൂട്ടത്തിൽ ഒരാളായിട്ടേ നടക്കൂ എന്ന് ചിന്തിക്കരുത്. നമുക്ക് നമ്മളെ കരുത്തായി കഴിയുമ്പോൾ നമ്മൾ കൂട്ടത്തിലായി വരും. നമ്മൾ വിജയിക്കുമ്പോൾ ആൾക്കാർ നമ്മളെ അടുത്ത് വരും. മനസ്സിലായോ? പരന്തിനെ പോലെ കാക്ക എങ്ങനെയാ പറക്കുന്നത്? കൂട്ടം. കൊക്കിങ്ങനെ, പ്രാവെങ്ങനെ, ഇവരെല്ലാം കൂട്ടത്തിലാണ് പറക്കുന്നത്. പക്ഷെ പരന്തോ ഒറ്റയ്ക്കാ പറക്കുന്നത്. ഈ പരന്തിന്റെ അടുത്തുനിന്ന് പരന്ത് കൃത്യമായി ഷാർപ്പനായിട്ട് വന്ന് അതിന്റെ ഇരയെ പൊക്കിക്കൊണ്ട് പോകും. അപ്പൊ കാക്കയൊക്കെ മണിക്കൂർ നടിച്ചിട്ട് ഇത് കിട്ടത്തില്ല. കാക്ക ഇത് തട്ടിപ്പറിക്കാൻ അതിന്റെ പുറകെ പോകും. പരന്ത് ഉയരത്തിലേക്ക് പോകുമ്പോ ഇവന് ശ്വാസം കിട്ടാതെ അവൻ താഴെ പോകും. മനസ്സിലാവുന്നോ? കാക്കകളെ പറഞ്ഞോണ്ടാന്ന് കാക്കകളെല്ലാം കൂടെ കൂട് കെട്ടിയത്. മനസ്സിലാവുന്നോ? ദുഷ്ടന്മാർ. നമ്മളിത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഏകാന്തത നിങ്ങളെ ശക്തരാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. അന്നേരം എന്ത് ഏകാന്തത എന്താക്കി മാറ്റണം? ശക്തിയാക്കി മാറ്റണം. മറ്റുള്ളവരുടെ ശബ്ദം കൊണ്ട് നിങ്ങളുടെ ശബ്ദം എന്ത് ചെയ്യരുത്? കേൾക്കാതെ പോകരുത്. മനസ്സിലാവുന്നു? ഒറ്റയ്ക്കാവുമ്പോ നിങ്ങൾ നിങ്ങളെ പറ്റി കേൾക്കും. മനസ്സിലാവുന്നോ? നിങ്ങൾ നിങ്ങളെ പറ്റി എപ്പോഴാണ്? നിങ്ങൾ ഒറ്റയ്ക്കാവുമ്പോ നിങ്ങൾ നിങ്ങളെ പറ്റി കേൾക്കും. കൂട്ടത്തിലാവുമ്പോ നിങ്ങളെ പറ്റി കേൾക്കുമോ? ഇല്ല. ഇത് നിങ്ങളുടെ എപ്പോഴും ശ്രദ്ധിക്കണ്ടേ. ഒറ്റപ്പെടൽ എന്നേരം എന്താണ് അർത്ഥം? ഒറ്റപ്പെടൽ നിങ്ങളെ എപ്പോഴും ശക്തീകരിക്കുന്ന ഒന്നാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. മനസ്സിലാവുന്നോ? നിങ്ങൾ മറ്റുള്ളവർ കൈയടിക്കണമെന്ന് ആഗ്രഹിക്കണ്ട. നിങ്ങൾ വിജയിക്കുമ്പോൾ മറ്റുള്ളവർ കൈയടിച്ചോളും. അതിനെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുകയും വേണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ? മറ്റുള്ളവർ എന്ത് പറയും? അപ്പുറത്തെ വീട്ടുകാരെന്തോ പറയും? കൂട്ടുകാരെന്തോ പറയും? ഇങ്ങനെ പറയുന്നവനൊന്നും ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല? വിജയിക്കത്തില്ല. മനസ്സിലായോ? അവർ മമ്മൂട്ടിക്കും മോഹൻലാലിനും കൈയടിക്കാനായിട്ട് ജനിച്ചവരാ. അവരുടെ ജീവിതം ആ സമയത്ത് കഴിഞ്ഞു പോകുമെന്നുള്ളത് അവരവിടെ ഓർത്തോണം. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളത്. കുഞ്ഞുങ്ങൾ ഇപ്പൊ സ്കൂളിൽ പഠിക്കുവാന്നേലും നിങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ഏറ്റെടുക്കണം. അമ്മ പറയും ഇത്ര മാർക്ക് മേടിക്കണം എന്ന് പറയും. അപ്പൊ ആ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് തന്നെ വേണം എന്ത് ചെയ്യണം? അത് നേടിയെടുക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കപ്പെടും. മനസ്സിലാവും? നിങ്ങളുടെ ഉത്തരവാദിത്വം ആർക്കെ ക്ലിയർ ചെയ്യാൻ പറ്റൂ? നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് മാത്രമേ വെക്കൂ. അതിനെന്ത് വേണം? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കണം. എന്ത് വേണം? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കണം. അപ്പം നിങ്ങളുടെ മനസ്സിനെ നീങ്ങും. പപ്പ മുമ്പേ പറഞ്ഞു, മനസ്സ് നിങ്ങളെ നിയന്ത്രിക്കണോ? നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കണം. നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിലായോ? എന്നാൽ മാത്രമേ നിങ്ങളുടെ ആത്മാവിനെ നേടാൻ പറ്റൂ. മരിച്ചാലും നിങ്ങൾ ജീവിക്കും. ഐഡിയ കിട്ടിയോ? മനസ്സിലായി. ഉണ്ട്. ഇപ്പൊ അവിടെ അമ്മച്ചിവരെ ആ ഫാമിലിയെ നമ്മളിപ്പോ 2-3 ദിവസമായിട്ട് കാണുന്നില്ല. 2-3 ഒരാഴ്ചയായിട്ട് കാണുന്നു. അവര് ആ ഡിറ്റർമിനേഷൻ ഉണ്ടായോണ്ടല്ലേ? അതെ. ആണോ? അപ്പൊ നമ്മൾ ജീവിതത്തിൽ ചിന്തിച്ചോണം. ആരും ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ പിന്നിൽ ഒരു സഫറുണ്ട്. ഇപ്പൊ നമ്മൾ രാവിലെ ഇപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് നടക്കുക. അപ്പൊ നമുക്ക് ആ തീരുമാനം എടുത്തതിനകത്ത് ഒരു ഇതില്ല. പിന്നെ ഒരു പ്രശ്നം എന്തോന്ന് അറിയാമോ? നമ്മൾ പറയും എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഒന്നിനും കൊള്ളാന്ന് അങ്ങനെ നെഗറ്റീവ് പറയും. അത് പറയാമോ? നമുക്ക് എപ്പോഴും എന്തായിരിക്കണം? എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ചിന്തയുള്ള ആ ബോധമുള്ളവരായിരിക്കണം നമ്മൾ. ഒരു ഉദാഹരണം പറഞ്ഞു, ഈ സ്വർണം കണ്ടിട്ടില്ലേ? സ്വർണം നല്ലോണം ഒരുക്കി എത്ര ഡിഗ്രി ഇല്ല? 600. അപ്പം അക്വറേജ് എന്തിനു? അപ്പൊ ആ ഒരു കൺസെപ്റ്റില് സ്വർണത്തിൽ നിന്ന് അത്രമാത്രം ചൂടാക്കുമ്പോഴാണ് അതിൽ നിന്ന് എന്തോ പോകുന്നത്? മാലിന്യങ്ങള്. അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ അത്രമാത്രം പ്രതിസന്ധി വരും ആദ്യമൊക്കെ. ആ പ്രതിസന്ധി നിങ്ങൾ റിയലായി മാറും. നിങ്ങളായി മാറും. ഐഡിയ കിട്ടിയോ? പ്രശ്നം കിട്ടി? മനസ്സിലായോ? നിങ്ങളായി മാറും. ആ ഒരു സംഭവമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവമായി മാറുന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ. പിന്നെ വിശ്രമം. എനിക്ക് ഇച്ചിരി വിശ്രമം, ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്രമം. നിങ്ങൾക്ക് വിശ്രമത്തെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. വിശ്രമമൊക്കെ നിങ്ങളുടെ പിന്നാലെ വന്നോളും.
നിങ്ങൾ വിജയിക്കുമ്പോൾ. മനസ്സിലായോ? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്രമത്തിന് പോലും ഒരു അർത്ഥമില്ലാതായി മാറും. അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം നല്ലോണം കയറുന്നുണ്ടല്ലോ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ കനാലിലെ വെള്ളം കല്ലട ഇറിഗേഷനാണ്, ഭയങ്കരമായിട്ട് കല്ലട ജലസേചന പദ്ധതി. ഇതാണ് ഡോക്ടർ അനിൽ തരിയൻ പറഞ്ഞ സാധനം. മനസ്സിലായോ? ഇനി ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പോയിന്റ്സാണ്, ഈ ഒറ്റപ്പെടലിനെ അതിജീവിക്കാനുള്ള പോയിന്റുകൾ. മനസ്സിലായോ? ഒന്ന്, നിങ്ങൾക്ക് സ്വയം വിശ്വാസം. സ്വയം വിശ്വാസത്തിന് വേറൊരു പേരെന്താ? ആത്മവിശ്വാസം. മനസ്സിലാവുന്ന? അതന്നെ. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരു പരിശീലനമായിട്ട് അങ്ങ് എടുത്തോളുക. എന്തോ നിങ്ങളൊരു പരിശീലനത്തിന് പോകുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? വിജയം മനസ്സിലാ ജനിക്കണ്ടാന്നോ? നിങ്ങളുടെ വിജയം എവിടെ ജനിക്കണം? മനസ്സിൽ ജനിക്കണം. പുറത്ത് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അന്നേരം നമ്മൾ അതനുസരിച്ച് മാറണം. പ്രതിസന്ധികൾ നമുക്ക് വരുമ്പോ എന്ത് ചെയ്യണം? പ്രതിസന്ധി നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. പ്രതിസന്ധി വരുവോ? വരും. അത് കഴിഞ്ഞ് ഭയപ്പെടണോ? വേണ്ട. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ശക്തിയാക്കി മാറ്റണം. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ദൈവവിശ്വാസം അവിടെ കൊണ്ടുവരണം. ഒറ്റപ്പെട്ടു പോകുമ്പോഴൊക്കെ അവിടെയാണ് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനും പ്രപഞ്ചത്തിന്റെ നിയമങ്ങളും ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അവിടെ അല്ലാതെ വിഗ്രഹത്തെ പോയി ചെന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തെ കൊണ്ടുവരിക. അത് നിങ്ങളുടെ രൂപത്തിൽ തന്നെ ചെയ്തു. മനസ്സിലാവുന്നു? അങ്ങനെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെന്ന് പറഞ്ഞാൽ സ്വപ്നം എപ്പോഴും എന്ത് ചെയ്യും? സ്വപ്നം എപ്പോഴും എന്ത് ചെയ്യും? എപ്പോഴും നമ്മുടെ കൂടെ സ്വപ്നം. മനസ്സിലായോ? നിങ്ങളുടെ ലക്ഷ്യം എപ്പോഴും എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. പക്ഷെ ഈ ആൾക്കാർ വരുമോ? അതുകൊണ്ട് എന്ത് വിടരുത്? സ്വപ്നം വിടരുത്, ലക്ഷ്യത്തെ വിടരുത്. അത് നമ്മുടെ കൂടെ വരുന്ന സാധനം, അതിനെ കൂടെ കൊണ്ടുപോയിക്കണം. ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യണം? ഒന്നൊന്നായി വളർന്നു വരണം. എനിക്ക് തൊണ്ടവേദന തൊണ്ടവേദനയാണ്, തൊണ്ടയുടെ കാറിൽ. സോറി. പിന്നെന്തോ പോയിന്റ് പറയാനുള്ളത്? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒറ്റപ്പെടൽ നാളത്തെ വിജയമായിട്ട് നിങ്ങൾ അങ്ങ് പഠിച്ചേക്കണം. പിന്നെ ശാന്തമായിട്ട് മുന്നേറാവും. എന്താ? ശാന്തമായി മുന്നേറുക. വിളിച്ചു പറഞ്ഞു കൂവി പറഞ്ഞുകൊണ്ടൊന്നും ഓരോ കാര്യവും ചെയ്യണ്ട. ശാന്തമായിട്ട്. പക്ഷെ കൂവി പറയുന്ന ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും ഒരു തെറ്റങ്ങ് പറഞ്ഞു കൊടുത്താൽ അവൻ അതും കൊണ്ട് അങ്ങ് പോയിക്കോളാം. അവൻ എന്തെങ്കിലും ഗോസിപ്പുകാരനാണെങ്കിൽ, നല്ല സുഹൃത്താണെന്ന് തോന്നിയാലും കാര്യങ്ങൾ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി വിവരങ്ങൾ ഇത് ചെയ്യണം. ശബ്ദമില്ലാതെ വേണം പരിശ്രമം ഉണ്ടാക്കാൻ. നിങ്ങളുടെ പരിശ്രമങ്ങൾ എങ്ങനെയായിരിക്കണം? ശബ്ദമില്ലാതെ ഇരിക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം? ക്ഷമയുണ്ടാവണം. എന്തുണ്ടാവണം? ക്ഷമയുണ്ടാകണം. ഇത്രയും മതിയോ? ഇതൊക്കെയാണ് എന്തായാലും പറഞ്ഞാൽ ഒറ്റപ്പെടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മനസ്സിലായോ? അപ്പൊ ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിജയത്തിന്റെ കൂട്ടാളി ആരായിരിക്കും? നമ്മളുടെ മനസ്സായിരിക്കും. നിങ്ങൾ തന്നെ ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലാവുന്നു. കുഞ്ഞിന് മനസ്സിലായോ മോനെ? ഇനിയിപ്പോ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഭയപ്പെടുവോ? ഒറ്റപ്പെടലുകളെ അതിജീവിക്കുമോ? അപ്പുറത്തെ വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുമോ? ഒന്നും ചെയ്യണ്ട. വിജയം ആണ് എപ്പോഴാ? സുനിജ എപ്പോഴാവുന്നേ? നിങ്ങൾ നിങ്ങളെ തന്നെ മോൾഡ് ചെയ്യും. അപ്പൊ ഞാൻ നിർത്തട്ടെ.